കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരിവേട്ടയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയ അന്യസംസ്ഥാനക്കാരനായി തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. പോളിടെക്നിക് ഹോസ്റ്റലിലേക്ക് ലഹരി എത്തിക്കാൻ വഴിയൊരുക്കിയതിൽ കൂടുതൽ പേരുണ്ടെന്നാണ് പോലീസ് നിഗമനം. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയതിൽ പ്രധാന കണ്ണിയായ അന്യസംസ്ഥാന തൊഴിലാളിയെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചു. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അനുരാജ് നേരത്തെ അറസ്റ്റിലായ ആഷിഖിനും ഷാലിഖിനും ഗൂഗിൾ പേ വഴി പണം കൈമാറിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. 16,000 രൂപയോളം കൈമാറിയതായാണ് വിവരം. മറ്റു ചില വിദ്യാർത്ഥികളിൽ നിന്നും ഇവർ പണം കൈപ്പറ്റിയതായും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഹോസ്റ്റലിൽ എത്തിച്ച 4 കിലോ കഞ്ചാവിൽ 2 കിലോ മാത്രമാണ് റെയ്ഡിൽ പിടികൂടിയത്. ബാക്കി 2 കിലോഗ്രാം കഞ്ചാവ് എവിടേക്ക് പോയി എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിറ്റതാണോ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചതാണോ എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. 18,000 രൂപയോളം നൽകി വാങ്ങുന്ന കഞ്ചാവ് 30,000-ലധികം രൂപയ്ക്കാണ് സംഘം വിൽപ്പന നടത്തിയിരുന്നത്. ഏതാനും മാസങ്ങളായി പോളിയിലെ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാടുകൾ നടന്നുവരുന്നതായും പോലീസ് പറഞ്ഞു. അതേസമയം KSU നേതാക്കളുടെ പങ്ക് വ്യക്തമായിട്ടും വിദ്യാർത്ഥികളെ തിരുത്താൻ മുതിർന്ന നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടുമില്ല. കൈരളി ന്യൂസ്, കൊച്ചി.